ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മുടെ ഈസ്റ്ററാണ്. ഈസ്റ്ററൊക്കെ ആയിട്ട് മലയാറ്റൂരൊക്കെ പോയി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. രാത്രി പള്ളിയിലൊക്കെ പോയിട്ട് ഇപ്പോൾ എണീറ്റുള്ളൂ. ചായ കുടിച്ച് ഇഷ്ടവും വെള്ളപ്പോ കൂട്ടി കഴിച്ച് എല്ലാവരും അതൊക്കെ കഴിച്ച് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പഴയ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടതാ. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി ഇന്ന് കാണാം. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം, ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് പുതിയൊരു വീഡിയോ എടുക്കാനായിട്ടൊക്കെ പ്രചോദനമാകുന്നത്. ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇന്നത്തെ പ്രത്യേകിച്ചാണ് വലിയ പരിപാടികളായിട്ടൊന്നുമില്ല. ഷിയോണുമ്പോൾ വണ്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. വാടിൻ്റെ അടുത്തോട്ട് അവിടെ പോവാം. ഇത്രേ നീ തോക്കുന്നു, മിനി മിൽറ്റൊക്കെ നീ തോക്കും. നിന്നെ കൊണ്ട് പറ്റൂല, കാര്യമില്ല. എനിക്ക് പറ്റൂല. അതെ, കണ്ടില്ലേ? അങ്ങനെ ആവട്ടെ. മുട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. തോപ്പിക്കാൻ പറ്റാൻ നോക്കാം. അപ്പൊ ഒരു 1v1 കുട്ടാപ്പി വിസസ് ഒബ്രോയ്. കൈ പോണ സ്പീഡാണ്ട. എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഇതുപോലെ ഒരു കണ്ടു കഴിഞ്ഞാൽ പ്രോയാന്ന് വിചാരിക്കും. അല്ലേ വിവേകേ? അല്ലേ വിവേകേ? അതെ, പ്രോയാണ്. വിളിക്കുമ്പോ ഒരു വെല്ലുവിളി ആവണം കുട്ടാപ്പി. വെറുതെ 10-4 നിക്കണിപ്പ. അത് വിക്ടർ ദുബാടയായിട്ട്. വിക്ടറേ, ഇതൊക്കെ എന്തല്ലേ വെടിയൊപ്പാരൻ ടെലിവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ പങ്കെടുത്തേനെ അല്ലേ? പിന്നെ പിന്നെ എന്റെ ആളെന്തി ടെലിവിഷന്റെ അങ്ങനെ ഓടലടി ഓടരുത്, നിക്കണം അവൻ്റെ ഒപ്പം. വെള്ളിക്കൊലിസ് ഒറ്റടിക്ക് ഓട്ടും. ഒറ്റടി അടിച്ച പോയി. ഇതിൽ കുട്ടാപ്പി തോറ്റു വിവേകായിട്ട്. വിവേകിനോട് മുട്ടാറായിട്ട് കുട്ടാപ്പി വന്നിട്ടില്ല. അപ്പൊ വണ്ടി വീട്ടിൽ പോണേ കഴിച്ചു വണ്ടി ചാറ്റാ. വിവേകിനോടൊക്കെ മുട്ടാനായോ? വളരട്ടെ. വിവേകിനോട് മുട്ടാതെ മിനി മിലിറ്റിയിൽ ക്യാരംസ് ആയിരുന്നെങ്കിൽ തോറ്റുപോയേട്ടാ. അത് കുട്ടാപ്പി വെറുതെ പോയി, അതിനെ കൊണ്ടൊന്നും കാര്യമില്ല. എന്തായാലും ആരും വന്നിട്ടില്ല. ഇന്നലെ ഈസ്റ്ററിന്റെ ഒക്കെ രാത്രി കുർബാനയല്ല ആക്കിന്റെ ഒക്കെ ക്ഷീണം എണീറ്റിട്ടില്ല. ക്ഷീണത്തിലാണ്. മിനി മിലിറ്റ് കളിക്കാൻ പോണ വേണ്ടി കൊണ്ടിട്ട് ഡെലിവിഷായിട്ട് മുട്ടാൻ പോണം. നമ്മുടെ വെടിയപ്പ് ഡെലിവിഷ് എല്ലാത്തിനെയും വിളിച്ചിറങ്ങി. ഇവിടെ നമ്മുടെ ചേച്ചി എന്തോ കുക്ക് ചെയ്യുന്നുണ്ട്. എന്തോ വലിയൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണം. കഴിച്ചെന്നാണ്. എന്താ ഉണ്ടാക്കുന്നത്? ഇൻസ്റ്റഗ്രാമ എന്താണ് ചേച്ചി ഉണ്ടാക്കുന്നത്? അത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. പഠിച്ചല്ലേ റെഡിയാക്കാം. ഈ റെസിപ്പിയുടെ പേരെന്താണ്? കഴിച്ചു നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. അതെ, ഇത് ട്രയലാ. ഫിഷ് നിർവാണ, അത് വേറെന്താ പേരിടാം. അറിയുന്നവർ കമന്റ് ബിലോ. റെസിപ്പി എന്തൊക്കെയാണ് എന്റെ റെസിപ്പി? എന്ന് റെസിപ്പി പറ. ചെറിയുള്ളി, ഞാടോക്ക്
കുഴപ്പമില്ലെന്നേ, ചിലപ്പോ ടേസ്റ്റ് ഉണ്ടെങ്കിലാ. ചെറിയുള്ളി, പച്ചമുളക്, എന്തൊക്കെ പേസ്റ്റ്, പിന്നെ തേങ്ങാപ്പാല്, അതില്ല, ഇത്ര സാധനം. ഇങ്ങനെ ഒരു സാധനമാവും. അമ്മ എന്തോ കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അമ്മ എന്താ ഉണ്ടാക്കാൻ പോണേ? താറാവ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് സവാള, പച്ചമുളക്. നമുക്കറിയാം താറാവ് ഉണ്ടാക്കാൻ. നമ്മ വിറകടുപ്പിലും അപ്പനോട് വെള്ളം നനക്കുന്നുണ്ട്. താറാവ് നല്ലായിരിക്കോ? ഓഹോ, വരാൽ. എന്നോടാണോ ചോദിക്കുന്നത്? ഇഷ്ടം കടപ്പനോട്. അതെ, ആ റെസിപ്പിയിൽ ഇങ്ങനത്തെ കളറായിരുന്നു. ഇതാണ് എന്തോ ഒരു ഡിഷ്, സ്പെഷ്യൽ ഡിഷ്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ലോണം കുക്കായി ഗൈസ്. എടുത്തിട്ട് നല്ല മീനിന്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ട്. വേറെ മസാലകളോ വേറൊന്നുമില്ല. നല്ലതാ. കൊള്ളാ. വിജയിച്ചു നോക്കിയേ. ഉപ്പിന്റെ ആവശ്യമില്ല. നമ്മക്കൊണ്ടേ കൊടുത്തോട്ടെ. പക്ഷെ ഇത് കറക്റ്റാ, മീനിന്റെ ടേസ്റ്റ് ഉണ്ട്. ആ ആ ആ ആ ആ ആ ആ വെന്തിട്ടില്ലത് അത്ര വെത്താ മതി. അമ്മ വെന്തിട്ടില്ലത്. എങ്ങനെയുണ്ട്? അമ്മക്ക് ഇഷ്ടമായില്ല. എങ്ങനെയുണ്ട്? സത്യസന്ധമായി പറയൂ. ഒരു മീനെ നശിപ്പിച്ച് ഞാൻ എന്നെ കൊണ്ട് പണി ഇടിപ്പിക്കാൻ പോകുന്നത്. അവിടെ സ്ഥാനത്ത് 3 എണ്ണം ഉണ്ടാക്കിയിരിക്കണെങ്കിൽ അതിന് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കും. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചായിരിക്കും പിന്നെ ചെയ്യണം. ഈ പാല് കൊള്ളാം. ഒരു മീനിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. റെസിപ്പി ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയത്. യൂട്യൂബിലെ കണ്ടത് അത് കണ്ടാണ് ഉണ്ടാക്കിയേക്കണത്. എനിക്കും കിട്ടി കഴിച്ച് പണി. ക്യാബേജ് അരിയാൻ വേണ്ട, വെറുതെ കയറിയതാ, ഒരാവശ്യം ഉണ്ടായില്ല. നേരത്തെ കേട്ടെ അതിനെല്ലാം ചുരുങ്ങും. ചൂടാവണനുസരിച്ച് വേണ്ട പാല് വെച്ചു. കഴിഞ്ഞു കഴിച്ചു. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. എന്തിനാണ് കയ്യില് കൈക്കൊണ്ട് എടുക്കാ? ഭാര്യ തുപ്പിക്കളയാൻ വേണം. എന്നിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പനെ ഇഷ്ടപ്പെടും. ഇത് കഴുകിയ മുന്തിരിയാണോ?
പണിയെടുത്ത് അണച്ചു കഴിച്ചു പെയിന്റ് അണച്ചു മുന്തിരി കഴിക്കാം ഇഷ്ടപ്പെട്ടു തോന്നുന്നു വീണ്ടും അപ്പം വീണ്ടും കഴിക്കാനുണ്ട് അല്ലെങ്കിൽ ഈ അമ്മയുടെ റെസിപ്പി കഴിച്ച് 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 അപ്പനും അടുത്തല്ലേ അപ്പനിഷ്ടായി ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോ ബീച്ചിലേക്ക് വന്നേക്കും ബീച്ചിലേക്ക് ഇസ്രക്കല്ലേ മറിച്ച് ക്രൗഡാണ് കഴിച്ചു ഇവിടെ നല്ലോണം ആൾക്കാരുണ്ട് നമ്മുടെ ഫസ്റ്റ് ബീച്ചാണ് അമ്മ ആദ്യമായിട്ടാണ് ബീച്ചിലേക്ക് വരുന്നത് അല്ലേ ഞാനും അമ്മയും ചേച്ചിയും കൂടിയാണ് ബീച്ചിലേക്ക് വന്നേക്കുന്നത് നല്ല സൺസെറ്റ് ആണ് കറക്റ്റ് ടൈമിൽ സൺസെറ്റിന്റെ ടൈമിൽ തന്നെ എത്തി അല്ലേ ആദ്യമായി ഫസ്റ്റ് ബീച്ച് ആദ്യത്തെ ബീച്ച് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഇപ്പോൾ ആദ്യത്തെ ബീച്ച് ഇത്ര നാളെ ഞാൻ വിളിച്ചിട്ട് വരില്ല ഞാൻ വിളിക്കുമായിരുന്നു കൊണ്ടുവരാണ്ടോന്നല്ല മടി ബീച്ച് വിളിച്ചപ്പോൾ ഓക്കെ ഞാൻ വരുന്നു അങ്ങനെ വരുള്ളല്ലോ എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ബീച്ച് കണ്ടിട്ട് എങ്ങനെ അമ്മ ബീച്ച് ബീച്ചിലേക്ക് പോകണം അമ്മ ആദ്യമായിട്ട് ബീച്ചിൽ ഇറങ്ങാൻ പോകുന്നു ചേച്ചിയാണ് വിളിച്ചത് ഞാൻ വിളിച്ചാ വരൂല അമ്മ വിളിച്ചാ വരൂല അങ്ങനെ ഇവിടെ ഇരുന്നപ്പോ സൂര്യൻ ഇങ്ങനെ താഴ്ന്ന് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നാളത്തെ ഒരു സൂര്യോദയം അർത്ഥമുള്ള വാക്കുകളൊക്കെയാണ് ഞാൻ പറയണത് ഞങ്ങൾ പട്ടം വാങ്ങാൻ പോയാണ് പട്ടം കിട്ടുമോ നോക്കട്ടെ ഇവിടെ എല്ലാ പിള്ളേരും പട്ടം പറത്താണ്ടിട്ട് ഞങ്ങൾക്ക് പറത്താൻ കുളിക്കരുത് നമുക്ക് കുളിക്കണോ ചേച്ചി ചാടിക്കോ അക്കരെ പൊക്കോ ചേച്ചിയാണെങ്കിൽ ഇവിടെ സൂര്യനെ സൂം ചെയ്തിട്ടിരിക്കുകയാണ് പട്ടം കടയിലോട്ട് പോട്ടെ പട്ടം കിട്ടുമോ നോക്കട്ടെ പട്ടം വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പട്ടം അത്രയും ദൂരത്ത് പോകണം അവിടെ കണ്ടോ ഒരുപാട് പട്ടങ്ങൾ പറക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ പറപ്പിക്കും പട്ടക്കൊക്കെ പട്ടം പട്ടം നമ്മുടെ അവിടെ പട്ടൊക്കെ ഉണ്ടാക്കി പറത്തിയിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് ഉണ്ടാക്കിയ പട്ടം പട്ടം നോക്കി അവിടെ പറത്തണ പട്ടം കിട്ടി അപ്പോൾ നമ്മൾ പട്ടം വാങ്ങിച്ചു വേണ്ട പട്ടം കിട്ടി നമ്മുടെ പട്ടം കിട്ടിയിട്ട് നമ്മൾ പോവുകയാണ് അവിടുത്തെ കടകളിലൊക്കെ പട്ടം തീർന്നു പിന്നെ ഞാൻ പട്ടം പറത്താൻ പോണേ ചേച്ചി ചേട്ടനെയും ചേച്ചിയൊക്കെ എവിടെ നിന്നാ അവിടെയും ചേച്ചിയൊക്കെ കിട്ടി കഴിച്ച് പട്ടം അമ്മയൊക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പം നമ്മുടെ അടുത്തോട്ടൊക്കെ പട്ടായിട്ട് പോകാം ഇവിടെ നിറച്ച് പട്ടമാണ് കഴിച്ച് അല്ല പട്ടത്തിൻ്റെ ബിസിനസ് എല്ലാം തുടങ്ങി ചേച്ചിക്ക് രക്ഷോട്ടേനെ പട്ടം പറത്തി കളിക്കുക പട്ടം കിട്ടി പട്ടം കിട്ടി അമ്മ ചേച്ചി ഇവിടെ നിൽപ്പുണ്ട് പട്ടം പറത്താൻ പോകുന്നത് ചേച്ചി വലിയ ഡൽഹിയിലൊക്കെ പട്ടം പറിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ അവിടുത്തെ കോമ്പറ്റീഷനിൽ മത്സരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വിട്ടോ 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 പൊക്കിയാ മതി ആവട്ടെ ഓട്ടെ ആ ഇത് പോകുന്നു നമ്മുടെ വട്ടം പോട്ടെ 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 ഡൽഹിയിൽ പട്ടം പറത്തി എക്സ്പീരിയൻസ് ഉള്ള ബെസ്റ്റ് ചേച്ചിയാണെന്ന് അഴീക്കോട് ബീച്ചിൽ പട്ടം പറത്തുന്നത് ഗൈസ് നിങ്ങളിത് കാണുക എടാ മുകളിലേക്ക് പോന്നു അമ്മ എന്താ പിടിച്ചോ പിടിച്ചോ എന്താ വിട്ടിട്ടാണ് കൊടുത്താ മതി അവിടെ വെക്കോളും
ആഷിഖ് ഖാന്റെ ചേട്ടൻ തൊടുന്നു കുഞ്ഞിപ്പാവം വട്ടമട എല്ലാവരും ഒരു നൂല് കെട്ടിയിരുന്നിട്ട് അടുത്ത നൂല് കെട്ടി കഴിയുമ്പോൾ അടുത്ത നൂല് നമ്മൾ പൊക്കിയിടുന്നു പട്ട 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 ഷുഷുറെന്ന് പറഞ്ഞ് പൊട്ടിക്കലും വേണ്ട എന്റെ നൂലിന്ന് പോയി കഴിഞ്ഞാൽ മൊത്താടൂ ഞാനിപ്പോ പട്ടം പത്തിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ ചേച്ചി നമുക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നു ഞാനൊരു മാംഗോ ബാറും അമ്മയ്ക്ക് ഒരു ചോക്കോ ബാർ ശരിയാണ് ചോക്കോ ബാർ വാങ്ങിച്ചു നല്ല ഉപ്പാറ്റുണ്ട് അമ്മ അടുത്തുണ്ടായ ഒരു പട്ടം അവിടെ ഒരു ചെക്കൻ അവിടെ നിന്നുണ്ട് അമ്മയെ എനിക്കൊരു പട്ടം വാങ്ങിച്ചോന്ന് ഞാൻ കേട്ടു എന്റെ പട്ടം ഞാൻ അവനെ കൊടുത്തു എന്റെ നല്ല മനസ്സ് അല്ലെ അല്ല ഞാൻ വീട്ടിൽ പോകണേ എനിക്ക് അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ടാ കൊടുത്തത് എന്നാലും അവൻ സന്തോഷമായി ചെക്കൻ ഹാപ്പി ആയിട്ട് പോയി ചെക്കൻ അങ്ങനെ കാഴ്ച നമ്മ ബീച്ചിലൊക്കെ പോയിട്ട് തിരിച്ചെത്തിയേക്കാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചത് ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഫോണിനെന്തോ പറ്റിയെന്നുണ്ട് കഴിച്ചു ഫോണെന്തോ പണിപ്പാളിയെന്ന് തോന്നുന്നു അപ്പോൾ ഫോണൊന്ന് കയറും സർവീസ് ചെയ്യാൻ കൊണ്ടുകൊണ്ട് പേരേക്കും നോക്കാം എന്താണ് പറ്റിയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ബെൽ ബട്ടണൊക്കെ അടിച്ചമർത്തി കൂടെ കൂടി പോകും എല്ലാവർക്കും ബൈ.